ഒരു കഥ പറയാം. കുറച്ച് മനുഷ്യർ തങ്ങളുടെ അവകാശങ്ങൾക്കായി നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ കഥ. അവരുടെ പൂർവിക ഭൂമിയിൽ സ്വന്തം വീടെന്ന സ്വപ്നവുമായി അവർ നടത്തിയ ഒരു ചരിത്രപരമായ സമരത്തിൻ്റെ കഥ. ആ കഥയാണ് മുത്തങ്ങ. 2003 ഫെബ്രുവരി 19 വയനാടിൻ്റെ മണ്ണിൽ രക്തം പുരണ്ട ഒരു ചിത്രമുണ്ട്. നീതിക്കായുള്ള നിലവിളിയുടെ ഒച്ചപ്പാടുകളുണ്ട്, പോലീസിൻ്റെ വെടിയൊച്ചകളുണ്ട്. 2001 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഒരു ജനതയുടെ ശബ്ദം ഉയർന്നു തുടങ്ങുകയാണ്. ധീര നേതാവ് CK ജാനുവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഭൂരഹിതരായ ആദിവാസികൾ ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ അവകാശമെന്ന മുദ്രാവാക്യവുമായി സമരത്തിന് കുടിലുകൾ കെട്ടി തുടക്കമിട്ടു. 48ഓളം ദിവസം നീണ്ടുനിന്ന സമരത്തിന് അങ്ങനെ തുടക്കമാവുകയായിരുന്നു. ഈ സമരം ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകാത്തതിൽ പ്രതിഷേധിച്ച് മാത്രമുള്ള ഒരു സമരമായിരുന്നില്ല. അവരുടെ അന്തസ്സിൻ്റെയും അസ്തിത്വത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും അംഗീകാരത്തിനായുള്ള പോരാട്ടം കൂടെയായിരുന്നു. സർക്കാർ ആദ്യം ഈ ആവശ്യങ്ങളെ നിഷേധിച്ചെങ്കിലും ആദിവാസികളുടെ ഐക്യവും അവരുടെ ദൃഢനിശ്ചയവും ജനകീയ പിന്തുണയും അന്നത്തെ സർക്കാരിനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കി. അങ്ങനെ ഓരോ ആദിവാസി കുടുംബത്തിനും കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി നൽകാമെന്ന വാഗ്ദാനത്തോടെ ഒരു കരാറുണ്ടായി. എന്നാൽ ഈ വാഗ്ദാനം വെറും വാക്കുകളിൽ ഒതുങ്ങി. ആദിവാസികൾക്ക് ലഭിച്ചത് നീണ്ട കാത്തിരിപ്പിൻ്റെ രാത്രികളും നീതി നിഷേധത്തിൻ്റെ വേദനയും മാത്രമായിരുന്നു. നിരാശയും വഞ്ചനയും നീതി നിഷേധവും ആദിവാസി ഹൃദയങ്ങളിൽ ഒരു തീ ആളിക്കത്തിച്ചിരിക്കണം. 2023 CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ മുത്തങ്ങയിലെ യാത്ര തുടങ്ങുന്നത്. തകരപ്പാടി മുതൽ അമ്പുകുത്തി വരെയുള്ള തായ്വരകളിൽ അവർ തങ്ങളുടെ സ്വപ്നങ്ങളുടെ അടിത്തറ പണിതു. കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ഭൂമി കൃഷിയോഗ്യമാക്കി. ഒരു സ്വയം പര്യാപ്തത ഗ്രാമം തന്നെ അവരവിടെ സൃഷ്ടിച്ചെടുത്തു. 2 ആഴ്ചക്കുള്ളിൽ 8 ഊരുകൂട്ടങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. ഒരു ജനതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അതിജീവനത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട്. പകൽ സമയങ്ങളിൽ അവർ കൃഷിപ്പണിയിൽ മുഴുകുകയും വൈകുന്നേരങ്ങളിൽ കൂട്ടായ്മകളും പാട്ടുകളും നൃത്തങ്ങളും അവരുടെ സാംസ്കാരിക ജീവിതം അങ്ങനെ സമ്പന്നമാവുകയായിരുന്നു. സന്തോഷവും സമാധാനവും സഹവർത്തിത്വവും നിറഞ്ഞ ഒരു ജീവിതം അവർ മുത്തങ്ങയിൽ സൃഷ്ടിച്ചു. എന്നാൽ ഈ സമാധാനപരമായ ജീവിതം ഭരണകൂടത്തിൻ്റെ കണ്ണിൽ അസ്വസ്ഥതയായി. അവരൊരു ഗ്രാമം സൃഷ്ടിച്ചു. അത് ഭരണകൂടത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. ഗീതാനന്ദൻ എന്ന സമരനേതാവ് പലയിടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2003 ജനുവരി 5 ആദിവാസികൾ തങ്ങളുടെ പൂർവിക ഭൂമി തിരിച്ചുപിടിച്ച് സമരം വീണ്ടും ശക്തമാക്കി. 48 ദിവസങ്ങൾ അവർ തങ്ങളുടെ അവകാശങ്ങൾക്കായി ദൃഢനിശ്ചയത്തോടെ നിന്നു. എന്നാൽ 2003 ഫെബ്രുവരി 19 ഭരണകൂടം അവർക്കെതിരെ ശക്തമായ നടപടികളുമായി രംഗത്തെത്തി. പോലീസ് മുത്തങ്ങയിലെ ആദിവാസി ഗ്രാമത്തിനെതിരെ അക്രമാസക്തമായാണ് നീങ്ങിയത്. ആ ദിവസം മുത്തങ്ങയുടെ മണ്ണ് രക്തം കൊണ്ട് ചുവന്നിരുന്നു. ആദിവാസി യുവാവ് ജോഗി പോലീസിൻ്റെ വെടിയുണ്ടക്കിരയായി, രക്തസാക്ഷിയായി. സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദിനും ജീവൻ നഷ്ടപ്പെട്ടു. പറഞ്ഞു വെക്കുമ്പോൾ ഈ സംഘർഷം മുത്തങ്ങയുടെ ചരിത്രത്തിലൊരു കറുത്ത അധ്യായമാണ്. ആദിവാസികൾക്ക് നേരെ നടത്തിയ ലാത്തി ചാർജും വെടിവെപ്പും സമരത്തിൻ്റെ സമാധാനപരമായ സ്വഭാവത്തെ തകർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആദിവാസികൾക്ക് മേൽ ക്രൂരമായ അതിക്രമങ്ങൾ അയച്ചുവിടപ്പെട്ടു. ഈ ദിനം ആദിവാസി സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു മുറിവ് തന്നെയാണ്, മായാതെ അവശേഷിക്കുന്ന ഒരു മുറിവ്. പിന്നീട് സർക്കാർ മുത്തങ്ങ പാക്കേജ് പ്രഖ്യാപിച്ചു, ഭൂമിയും പുനരധിവാസവും വാഗ്ദാനം ചെയ്തുകൊണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങളും മുൻപ് നൽകിയപോലെ വെറും കടലാസിലെ വാക്കുകളായി മാറുകയായിരുന്നു. പല ആദിവാസി കുടുംബങ്ങൾക്കും ഇന്നും വാസയോഗ്യമായ ഭൂമി ലഭിച്ചിട്ടില്ല. സർക്കാരിൻ്റെ നിരന്തരമായ വഞ്ചന ആദിവാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തെ തകർത്തു. എന്നാൽ അവരുടെ പോരാട്ട വീര്യത്തെ ഒരിക്കലും കെടുത്തിയില്ല. മുത്തങ്ങ ഒരു സമരത്തിൻ്റെ കഥ മാത്രമല്ല, അതൊരു ജനതയുടെ അന്തസ്സിൻ്റെ, അവകാശങ്ങളുടെ, അതിജീവനത്തിൻ്റെ, നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെ കഥ കൂടെയാണ്.